ആ മകൻ്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മമ്മൂക്ക സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന സീനുണ്ട്. ഈ സീനൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓഫ്, എന്തൊരു ജീനിയസാണ് ആ മനുഷ്യൻ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്കൊരു സിഗരറ്റൊക്കെ കത്തിക്കുകയാണ്. സിഗരറ്റ് വലിക്കാൻ വിചാരിച്ചിട്ടൊന്നല്ല, അത് കത്തിക്കുന്നു, അത് വലിക്കാൻ പറ്റാതെ അത് താഴേക്ക് ഇടുന്നു. ഈ ബോഡിയുടെ അടുത്തേക്ക് വരുന്ന ഒരു സീന് അവിടെ കണ്ടു നിന്നൊരു മുഴുവൻ കരഞ്ഞു പോയൊരു രംഗമാണത്. കാരണം ആ സീനിൽ മരണവീടായതുകൊണ്ട് തന്നെ കുറേ പേര് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരും കരഞ്ഞുപോയി. ഒരു പ്രതിഭയാണ് മമ്മൂക്ക. എത്ര സിനിമകൾ അത് തെളിയിച്ചു. പക്ഷേ വർഷ സിനിമയിൽ എനിക്കിത് നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. എനിക്ക് കോവൂര് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയുള്ള ഒരു സ്ഥലമാണ്. ഇപ്പം എൻ്റെ പേര് തന്നെ വിനോദ് കോവൂർ എന്നാണുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പലരും എന്നെ വിളിക്കുന്നത് കോവൂര് എന്നൊരു വിളിയുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ വിളിയെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഇപ്പം ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു നടനുണ്ട്. അദ്ദേഹത്തിൻ്റെ റോൾ മോഡലാവാനാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ അദ്ദേഹത്തെ അത്രയും ആരാധിച്ചിരുന്നു. അദ്ദേഹം നല്ലൊരു നടനാണ്, നല്ലൊരു ഗായകനാണ്, നന്നായിട്ട് താളം വായിക്കും, നല്ല വായനാശീലമുള്ള ആളായിരുന്നു. നെടുമുടി വേണുചേട്ടനാണ്. ഈ നെടുമുടി വേണുചേട്ടനെ ഒരിക്കലും നെടുമുടി വേണു ആരും നെടുമുടി എന്നേ പറയാറുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ സ്ഥലപ്പേരാണ്. അതുപോലെ ഇപ്പോൾ എന്നെ കോവൂര് എന്ന് വിളിക്കുമ്പോൾ എൻ്റെ സ്ഥലപ്പേരാണ് അറിയപ്പെടുന്നത്. കോവൂർ എന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെയും ചേവാറിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ സ്ഥലമാണ് കോവൂർ. അവിടെ നിന്നാണ് എൻ്റെ ഉദ്ഭവം. സത്യത്തിൽ കോവൂരല്ലായിരുന്നു. എൻ്റെ കുട്ടിക്കാലമൊക്കെ തൊട്ടടുത്തുള്ള സ്റ്റോപ്പ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലായിരുന്നു എൻ്റെ കുട്ടിക്കാലം. അച്ഛനും അമ്മയും മെഡിക്കൽ കോളേജിൽ സ്റ്റാഫായിരുന്നു. അപ്പം മെഡിക്കൽ കോളേജ് ക്വാർട്ടേഴ്സിലായിരുന്നു ഞാനൊക്കെ താമസിച്ചിരുന്നത്. എൻ്റെ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വരെ ഞാൻ അവിടെയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ അച്ഛൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് ഞങ്ങൾ തൊട്ടടുത്തുള്ള കോവൂരിലേക്ക് മാറിയത്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു കുട്ടിക്കാലം. കാരണം ഒരുപാട് കുട്ടികൾ ഈ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഒക്കെ മക്കൾ വൈകുന്നേരം സ്കൂൾ വിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിന് വലിയൊരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിലേക്ക് ഞങ്ങളായിട്ട് ഇറങ്ങും കളിക്കാൻ. എല്ലാത്തരം കളികളും, ഹോക്കിയും ക്രിക്കറ്റും ഫുട്ബോളും പിന്നെ ചുള്ളിയും ബാറ്റും ഗെയിമും, അങ്ങനെ ഒരുപാട് കളികൾ കളിച്ചൊരു കാലം. കാരണം ഈ മെഡിക്കൽ സ്റ്റുഡൻസ് അന്ന് MBBSന് പഠിക്കുന്ന സ്റ്റുഡൻസ് അവിടെ കളിക്കാൻ പറ്റും. അവരുടെ കയ്യിൽ ഒറിജിനലായിട്ടുള്ള ക്രിക്കറ്റ് ബാറ്റും ഹോക്കി ബാറ്റൊക്കെ ഉണ്ടാവുക. അതൊക്കെ ഞങ്ങൾ കണ്ടിങ്ങനെ വിസ്മയിക്കും. ഞങ്ങൾ ഈ മട്ടൽ കൊണ്ട് ഉണ്ടാക്കുന്ന ബാറ്റും പിന്നെ ഈ കാഞ്ഞിരമരം കൊണ്ട് ഉണ്ടാക്കുന്ന ഇതുകൊണ്ടിങ്ങനെ ഹോക്കി സ്റ്റിക്കൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ. അതുകൊണ്ടാണ് കളി. പിന്നെ അവർ ചീത്തയാവുന്ന ബോളും ചീത്തയാവുന്ന ബാറ്റൊക്കെ ഞങ്ങൾക്ക് തരും. അങ്ങനെ ഒരു കുട്ടിക്കാലം. അവിടെ നിന്നാണ് എൻ്റെ കലയുടെ തുടക്കം. അവിടെ നിന്നാണ്. കാരണം അവിടെ ഒരു ബാലവേദി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. ബാലവേദി കുട്ടികളുടെ ഒരു വേദിയാണ്. ഈ ബാലവേദിയുടെ മീറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ആ ബാലവേദിയിൽ ഞാനൊരു പ്രധാന താരമായിരുന്നു. ബാലവേദിയുടെ ഒരു സ്റ്റേറ്റ് ലെവൽ മത്സരമൊക്കെ ഉണ്ടായിരുന്നു അന്ന് എനിക്ക് മിമിക്രിക്കും മോണോ ആക്ടിനും ഒക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ കുട്ടിക്കാലത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒരുപാട് നാടകക്കാരുമായിട്ട് നല്ല പരിചയമുള്ള ഒരാളായിരുന്നു. അച്ഛൻ ഒരുപാട് നാടകക്കാരുമായിട്ട് അച്ഛന് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ആ ബന്ധങ്ങൾ ഉൾപ്പെടുത്തി എന്നെ ഇങ്ങനെ പല നാടകക്കാരെയും കൊണ്ട് പരിചയപ്പെടുത്തി. ഞാൻ സ്കൂളിലൊക്കെ ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ചെറിയ കുട്ടി, അതായത് 4ാം ക്ലാസ് പഠിക്കുന്ന സമയം, 5ലൊക്കെ പഠിക്കുന്ന സമയം. അപ്പോൾ ഈ സമയത്ത് എൻ്റെ അമ്മ അഭിനയിക്കുമായിരുന്നു. അമ്മ കരിനിഴൽ എന്നൊരു നാടകത്തിൽ അമ്മ അഭിനയിച്ചിരുന്നു. അപ്പോൾ ആ നാടകത്തിന് ശേഷം പിന്നെ പാട്ടബാക്കി എന്നൊരു പ്രശസ്തമായ നാടകമുണ്ട്. പാട്ടബാക്കി വളരെ പ്രശസ്തമായൊരു നാടകമാണ്. ഈ നാടകം കോഴിക്കോട് സലാം പള്ളിത്തോട്ടം എന്നൊരാൾ അത് ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിലൊരു ബാലതാരത്തെ വേണമെന്ന് പറഞ്ഞപ്പം അച്ഛൻ എൻ്റെ പേര് നിർദ്ദേശിച്ചു. അങ്ങനെ എന്നെ അവർ ടെസ്റ്റ് ചെയ്തു, അവർക്ക് ഓക്കെ ആയി. അങ്ങനെ ഞാൻ അതിൽ അഭിനയിക്കാൻ തുടങ്ങി. അതെൻ്റെ വലിയൊരു ഭാഗ്യമാണ്. കാരണം വലിയ താരങ്ങളാണ് അതിനകത്ത് അഭിനയിക്കണമൊക്കെ. അന്നത്തെ വലിയ നാടകക്കാർ, അവരുടെ കൂടെ ഒരു ഇളം പ്രായക്കാരനായിട്ട് ഞാനും. അപ്പോൾ ഇവരുടെയൊക്കെ അഭിനയം കണ്ടിട്ട് ഞാനിങ്ങനെ വിസ്മയിച്ച് നിൽക്കുകയാണ്. എൻ്റെ ഭാഗത്തുമ്പോൾ ഞാൻ അഭിനയിക്കും. അപ്പോൾ എന്നും റിഹേഴ്സലാണ്. സ്കൂൾ വിട്ട് അച്ഛൻ നേരെ സ്കൂളിൽ നിന്ന് എന്നെ കൊണ്ടുപോവുക. അവിടെ ഒരു കൃഷ്ണപിള്ള മന്ദിരമുണ്ട്. ഈ മന്ദിരത്തിൽ വെച്ചിട്ടാണ് റിഹേഴ്സൽ 10 മണി വരെ. എന്നിട്ട് ലാസ്റ്റ് ബസ്സിലാണ് ഞാനും അച്ഛനും കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അതൊരു നാടകം. ആ നാടകത്തിൽ ഞാൻ ഷൈൻ ചെയ്തപ്പം അടുത്തൊരു നാടകത്തിൽ ചന്ദ്രോത്സവം എന്നൊരു നാടകത്തിൽ വീണ്ടും എനിക്ക് ഒരവസരം കിട്ടി. അതിലും ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു.
പിന്നെ വന്നു പാഠം 2 ഭാരതം എന്നൊരു നാടകം. ആ നാടകത്തിലാണ് എനിക്ക് മികച്ച ബാലതാരത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് അന്ന് കിട്ടുന്നത്. അത് കൊല്ലത്ത് കാമ്പശ്ശേരി നാടക മത്സരമായിരുന്നു. ആ നാടക മത്സരത്തിൽ ഈ നാടകം പോയിട്ട് പെർഫോം ചെയ്തു, മത്സരിച്ചു. അതിൽ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ്. പിറ്റേന്ന് രാവിലെ പത്രത്തിൽ ഈ വാർത്തയൊക്കെ കണ്ടപ്പം ഭയങ്കര അതിശയമായി. കാരണം ഒരു അവാർഡൊക്കെ ആ കാലത്ത് കിട്ടുകയെന്ന് പറയുമ്പം. എന്നിട്ട് കാമ്പശ്ശേരി സ്മാരക ആ നാടകോത്സവം കഴിഞ്ഞപ്പം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനോനാണ് ഈ അവാർഡ് എനിക്ക്. ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കപ്പാണ്. ഞാൻ വളരെ ചെറുതാണ്. ഈ കപ്പ് ശരിക്കും എൻ്റെയൊക്കെ ഇത്രയ്ക്ക് ഹൈറ്റിന് വരും. അത്ര വലിയൊരു കപ്പാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കപ്പും കൊണ്ട് ഞാൻ ഈ ക്യാമ്പസിലുണ്ട് വന്നിറങ്ങിയതോടെ ഈ ബാലവേദിക്കാർ എനിക്ക് വലിയൊരു സ്വീകരണം തന്നു. കാരണം ഇത്രയും വലിയൊരു അംഗീകാരം അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് കിട്ടുകയാണല്ലോ. പിന്നെ ഈ കപ്പ് കാണാൻ വേണ്ടിയിട്ട് പല മാതാപിതാക്കളും എൻ്റെ വീട്ടിൽ വന്നൊരു കാഴ്ച എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കുട്ടികൾ പോയിട്ട് പറയുകയാണേ, വിനോദേട്ടന് ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട്, അമ്മയെ പോയി കാണണം. അങ്ങനെ പലരും വന്നു. ഇത് റോളിംഗ് ട്രോഫി ആയിരുന്നു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവരത് തിരിച്ചു കൊണ്ടുപോയി. എന്നാൽ ഒരു വർഷം അതിൻ്റെ പ്രഭ അവിടെ നന്നായിട്ട് പടർന്നു. പിന്നെയും വന്നൊരു നാടകം, ശകുനി എന്ന് പറഞ്ഞൊരു നാടകം. അതിലും ഞാൻ നല്ലൊരു ക്യാരക്ടർ ചെയ്യണം. അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ പ്രഗത്ഭരായ നാടകക്കാരുടെ കൂടെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. ഈ പാഠം 2 ഭാരതം എന്ന നാടകത്തിൽ എൻ്റെ മുത്തച്ഛനായിട്ട് അഭിനയിച്ചത് ഇപ്പോഴത്തെ മലയാള സിനിമയിലെ താരമായ സുധീഷിൻ്റെ അച്ഛനാണ്, സുധാകരേട്ടൻ. സുധാകരേട്ടൻ അന്ന് കോഴിക്കോടൊരു വമ്പൻ നാടകക്കാരനായിരുന്നു. അദ്ദേഹമാണ് എൻ്റെ മുത്തച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഞാൻ അന്നൊന്നും സുധീഷില്ല രംഗത്ത്. സുധീഷൊക്കെ എൻ്റെ ജൂനിയറാണ്. സുധാകരേട്ടൻ്റെ അടുത്ത് അപ്പോൾ ഈ വലിയ ആളുകളുടെ കൂടെയൊക്കെ അഭിനയിച്ചുകൊണ്ടാവാൻ തോന്നുന്നു എനിക്ക് ഈ അഭിനയത്തോട് വല്ലാത്തൊരു ക്രേസും. ഞാനിവരൊക്കെ വീട്ടിലെത്തിയിട്ട് അനുകരിച്ച് കാണിക്കും. അമ്മയുടെ അടുത്ത് മറ്റേ ആളിങ്ങനെയാണ് കാണിക്കുക, സുധാകരേട്ടൻ ഇങ്ങനെ അഭിനയിക്കും. അപ്പോൾ സുധാകരേട്ടന് വയസ്സനാണ്. അപ്പം ആ വയസ്സനായിട്ടുള്ള രീതിയിൽ അങ്ങനെ മോനെ അങ്ങനെയൊന്നും ചെയ്യരുത്, ചെറിയ കുട്ടികൾക്ക് നല്ല അനുസരണശീല വേണം എന്നൊക്കെ പറയുന്നത് ഞാൻ വീട്ടിൽ വന്ന് അനുകരിച്ച് കാണിക്കും. അനുകരണം നേരത്തെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പം ഒരു ടീച്ചർ വന്ന് ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ ആ ടീച്ചറെ ഞാൻ ക്ലാസ്സിൽ അനുകരിച്ച് കാണിക്കുമായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ കൈയടിക്കും. അതൊക്കെ നമുക്ക് കിട്ടുന്ന വലിയ കാര്യമായിരുന്നു. കോവൂർ ക്യാമ്പസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഈ സ്കൂളിൽ എനിക്ക് പ്രിയപ്പെട്ട കുറേ ടീച്ചർമാരുണ്ടായിരുന്നു. അവരാണ് എന്നെ പാട്ട് പഠിപ്പിക്കുന്നതും എന്നെ മിമിക്രിയിലും മോണാക്റ്റിലൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്നതൊക്കെ അവരായിരുന്നു. ഡാൻസ് കളിച്ചിട്ടുണ്ട് ഞാൻ. ആദ്യമായിട്ട് ആകാശവാണിക്ക് പോയി പാടിയൊരു പാട്ട് ഇന്നും ഓർമ്മയുണ്ട് എനിക്ക്. ആകാശവാണിയിലാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു പെർഫോമൻസ് ചെയ്യുന്നത്. അത് എനിക്ക് പഠിപ്പിച്ചു തന്ന ടീച്ചർ ഈ അടുത്ത കാലത്താണ് മരിച്ചു പോയത്. ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ടീച്ചർക്ക്. ഈ മരിക്കണതിന് തൊട്ട് മുമ്പ് വരെ ടീച്ചർ വളരെ അഭിമാനത്തോടെയാണ് എന്നെയൊക്കെ നോക്കിക്കണ്ടത്. ആ പാട്ട് അണ്ണാര കണ്ണ നിന്നോടൊന്നു പറഞ്ഞോട്ടെ, അമ്പിളി മാമനെ കൊണ്ടുവരാനല്ല, അമ്പാടിലേറ്റി നടത്താനല്ല. ഇങ്ങനൊരു പാട്ടായിരുന്നു. ഈ പാട്ട് റെക്കോർഡ് ചെയ്തു. ഇത് ശിശുലോകത്തിൽ വരാൻ കാത്തിരുന്നൊരു ദിവസം ഇന്നും ഓർക്കുന്നുണ്ട് ഞാൻ. ഈ ബാലവേദിയിലെ കൂട്ടുകാർ മുഴുവൻ എൻ്റെ വീട്ടിൽ റേഡിയോ ഇങ്ങനെ അച്ഛൻ തുറന്നു വെച്ച് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക. ശിശുലോകം പരിപാടി ആരംഭിക്കുന്നു. അപ്പോഴേക്കും ഒരു ഉണർവായി, ഉന്മേഷമായി. എപ്പോഴാണ് ഇനി പാട്ടെന്നറിയില്ല. ഒരുപാട് കുട്ടികളുടെ പരിപാടി ഉണ്ട്. ഇനി വിനോദ് പാടുന്ന അണ്ണാരക്കണ്ണൻ്റെ പാട്ടാണ്. വിനോദ് പാടിക്കോളൂ. റേഡിയോയിലൂടെ ആ പാട്ട് കേട്ടപ്പം ഒരു കൊച്ചു കലാകാരനുണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റും. പിന്നെ അടുത്ത ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ സ്റ്റാറാണ് അവിടെ. കുട്ടികളൊക്കെ വന്നിട്ട് അഭിനന്ദിക്കുന്നു. എനിക്ക് ആ ടീച്ചറോടാണ് ഏറ്റവും കൂടുതൽ മതിപ്പ്. കുറേ ടീച്ചർമാരുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായി പ്രോത്സാഹിപ്പിച്ച ടീച്ചർമാരായിരുന്നു. പിന്നെ അവിടുന്ന് കോവൂരിലേക്ക് ഇറങ്ങി. കോവൂര് വളരെ നിഷ്കളങ്കരായ സാധാരണക്കാർ താമസിക്കുന്ന ഒരിടം, ഒരു കുഗ്രാമം തന്നെ പറയാം. അന്നൊക്കെ ഞാൻ സ്കൂൾ വിട്ടിട്ട് ബസ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് നടക്കുന്ന പാത ഒരു ചെമ്മൺ പാതയാണ്. മഴക്കാലത്ത് പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ 2 ഭാഗത്തും പാടമാണ്. പാടവും തോടും ഒന്നാവും. എന്നിട്ട് ഈ റോഡിലൂടെ മുട്ടുവരെ വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ കൂടെ നടന്ന് പോകുന്നത് ഭയങ്കര നൊസ്റ്റാൾജി. ഇന്നും ആ കാലമൊക്കെ ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകാൻ നമ്മൾ. കാരണം വീട്ടിലേക്ക് ശരിക്കും ഒരു 10 മിനിറ്റ് എടുക്കും നടക്കാൻ. പക്ഷെ ഞാൻ വീട്ടിലേക്ക് എത്താൻ അരമണിക്കൂർ എടുക്കും. കാരണം എന്താണെന്നറിയോ, കാഴ്ചകൾ കാണാനുണ്ട്. ഈ വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ മീനുകളെ കാണാം. മണ്ടലി വന്ന് നമ്മുടെ കാലിൽ ചുറ്റും. കണ്ടലി എന്ന് പറഞ്ഞ സാധനം പാമ്പ് പോലത്തെ ഒരു സാധനമുണ്ട്. പിന്നെ പൊന്മാൻ വന്നിട്ട് മീനുകളെ കൊത്തി പറക്കുന്ന കാഴ്ച, കൊക്കുകളിങ്ങനെ മീനുകളെ കാത്തിരിക്കുന്ന കാഴ്ച,
ഇതൊക്കെ കണ്ട് കൂട്ടുകാരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെറിപ്പിച്ച് ഷർട്ടിലും ബാഗിലൊക്കെ വെള്ളമായിട്ടാണ് വീട്ടിലേക്ക് കയറിച്ചില്ല. ഒരു സുന്ദരമായ കാലമായിരുന്നു. വീട്ടിലെത്തിയാലോ ഉടനെ ഇറങ്ങും, ഡ്രസ്സ് മാറി ഇറങ്ങും, ഒരു തോർത്ത് എടുത്ത് കുപ്പി എടുത്തിട്ട് മീനിനെ പിടിക്കാൻ കൂട്ടുകാരോട് ഇങ്ങനെ തോർത്ത് ഇങ്ങനെ അരിച്ച് പിടിച്ച് അതിനകത്ത് മീനിനെ കിട്ടും. ആ മീനിനെ കുപ്പിയിലാക്കി വീട്ടിൽ കൊണ്ടുവരും, നീന്തൽ പഠിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു. വല്ലാത്തൊരു കാലമായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ മാറിയിട്ടോ. കാലങ്ങൾ ഒരുപാട് പോയപ്പം ഇപ്പോൾ അവിടെ വയലില്ല, ആ ചെമ്മൺ പാതയില്ല. ചെമ്മൺ പാതയൊക്കെ വീതിയുള്ള റോഡായിട്ട് മാറിയിരിക്കണം. ഒരു ഇത്തിരി അശ്രദ്ധയോടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ബസ്സൊക്കെ നമ്മൾ ഇടിച്ച് തെറിപ്പിച്ച് കളയും. അത്രയും മാറ്റങ്ങൾ വന്നു അവിടെ. പക്ഷേ ആ പഴയ കാലത്തിൻ്റെ ഒരു നന്മ എന്ന് വരുന്നുണ്ടല്ലോ. അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇന്നും അമ്പലമൊന്നും ഉണ്ട്, പക്ഷേ ആ അമ്പലത്തിനും വല്ലാത്തൊരു എന്താ പറയുക, എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു അമ്പലമാണ്. അവിടെ ഒരു കളരിക്കൽ ക്ഷേത്രമുണ്ട്. ആ കളരിക്കൽ ക്ഷേത്രത്തിന് മുന്നിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മനസ്സമാധാനമാണ്. പിന്നെ തൊട്ടടുത്ത് കൃഷ്ണനുമുണ്ട്. അങ്ങനെ ഒരു കാലം. പിന്നെ ഞാൻ ഈ കോവൂർ സ്കൂളിൽ നിന്ന് ഞാൻ ടൗണിലെ സ്കൂളിലേക്ക് എന്നെ കൊണ്ട് ചേർത്തു അച്ഛൻ, സെൻറ്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂൾ. പിന്നെ അവിടെയായിരുന്നു. അതൊരുപാട് വലിയ സ്കൂളാണ്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയമൊക്കെ ആയിട്ട് ഒരുപാട് സമ്പന്നന്മാരുടെ കുട്ടികളൊക്കെ പഠിക്കുന്നൊരു സ്കൂള്. അവിടെ ചെന്നപ്പം എനിക്ക് അങ്ങോട്ട് ഉയരാൻ പറ്റുന്നില്ല, അവരുടെയൊക്കെ നിലവാരത്തിലേക്ക് കണ്ട് ഉയരാൻ. കാരണം ഞാനൊരു സാധാരണക്കാരൻ്റെ മകനാണ്. പക്ഷെ എന്നാലും യൂത്ത് ഫെസ്റ്റിൽ വരാനായപ്പം എന്നെ ആളുകൾ അറിഞ്ഞു തുടങ്ങി, കുട്ടികളൊക്കെ, ടീച്ചർമാരൊക്കെ അറിഞ്ഞു തുടങ്ങി. കാരണം ഈ പറഞ്ഞ പോലെ പാട്ടിലും മിമിക്രിയിലും മോണാക്റ്റിലും പ്രച്ഛന്ന വേഷത്തിലും നാടകത്തിലും ഒക്കെ ഞാൻ കയറിയിട്ട് ഇടപെടും. അന്നൊക്കെ നാടകം ഡയറക്റ്റ് ചെയ്യും ഞാനാണ്. അന്നൊക്കെ നമ്മൾ ബാലരമ്മ, ബാലഭൂമി എന്നൊക്കെ പറഞ്ഞ പല പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിലൊക്കെ കുട്ടികൾക്കുള്ള നാടകം വരും. ഈ നാടകം ഞാൻ വായിച്ചിട്ട് ഞാൻ ക്ലാസ്സിലെ കുട്ടികളോട് പറയും, നമുക്ക് ഈ നാടകം ചെയ്യാം, നീ ഡോക്ടറായിക്കോ, നീ അയൽക്കാരനായിക്കോ, ഞാൻ പോലീസാവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടാണ് സ്കൂളിൽ ഈ നാടകം പെർഫോം ചെയ്യുക. ആ നാടകത്തിന് ഫസ്റ്റ് കിട്ടും, ഞാൻ ബെസ്റ്റ് ആക്ടറാവും. അങ്ങനെ സ്കൂളിലും നല്ല രീതിയിൽ അറിയപ്പെട്ടു തുടങ്ങി. അവിടെയും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് ടീച്ചർമാർ. ഏറ്റവും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ചത് പോൾ കല്ലാനോട് എന്ന് പറഞ്ഞ എൻ്റെ ഡ്രോയിങ് ടീച്ചറായിരുന്നു. അദ്ദേഹം നല്ലൊരു കാർട്ടൂണിസ്റ്റായിരുന്നു, കവിയായിരുന്നു. അദ്ദേഹമാണ് പിന്നീട് എനിക്ക് ഒരുപാട് അവസരങ്ങൾ നാടകത്തിലും ഒക്കെ അവസരങ്ങൾ ഒരുക്കി തന്നത്. ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു ഏവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. പഠിക്കാൻ കുറച്ച് പിന്നോക്കമായിരുന്നു ഞാൻ. പക്ഷേ കലയുടെ കാര്യത്തിൽ ഗംഭീര മുകളിലായിരുന്നു. അപ്പം അന്നൊക്കെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ ഏറ്റവും മുൻബെഞ്ചിലാണ് ഉണ്ടാവുക. ആ ബെഞ്ചിലൊന്നും ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ ബെഞ്ചിലും രണ്ടാമത്തെ ബെഞ്ചിലും മൂന്നാമത്തെ ബെഞ്ചിലും നാലാമത്തെ ബെഞ്ചിലും ഞാനില്ല. അഞ്ചാമത്തെ ബെഞ്ചിൽ ഞാനുണ്ട്. എൻ്റെ പുറകിൽ ഒരു 4 ബെഞ്ച് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എപ്പോഴും പരീക്ഷ പേപ്പർ കിട്ടി കഴിഞ്ഞൊരു 3 വിഷയത്തിൽ ഞാൻ എപ്പോഴും തോൽക്കും. ഒന്ന് മാത്സ്, ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് ഹിന്ദി. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ കഷ്ടി പാസ്സാണ്. അങ്ങനെയുള്ളൊരു കാലം. SLC പരീക്ഷ വന്നപ്പം SLC ആയപ്പം എന്നെ SLC പരീക്ഷയിൽ ഹാഫ് ഏർലിക്കും ഞാൻ 2 വിഷയത്തിൽ തോറ്റു. അപ്പോൾ ഇപ്പോഴും 100% വിജയം കിട്ടുന്നൊരു സ്കൂളാണത്. അപ്പോൾ അന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്റർ ഒരു അച്ഛനാണ്, പള്ളിയിലച്ഛനാണ്, ആന്ധ്രപ്പേർ അച്ഛൻ എന്ന് പറയും. ഭയങ്കര ഭീകരനാണ്, കണ്ടാൽ ഭയങ്കര പേടിയാവും നമുക്ക്. ഒരു ജൈജാൻറ്റിക് മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് എല്ലാവർക്കും പേടിയാണ്. പ്രോഗ്രസ് കാർഡ് തരാൻ ഇയാളാണ് വരിക സ്കൂളിൽ, ക്ലാസ്സിൽ. എന്നിട്ട് തോറ്റവർക്കുള്ള ഒരു അടിയുണ്ട്, ഇപ്പോഴും ഞെട്ടിക്കുന്നൊരു ഓർമ്മയാണത്. അപ്പോൾ ഇദ്ദേഹം ഒരിക്കലും എനിക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ പ്യൂണൊരു ചെറിയ നോട്ടീസ് ഇട്ട്, അപ്പം അധ്യാപകൻ വിനോദിനോട് ഹെഡ് മാസ്റ്റർ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ ഇതെന്താ വിനോദിനെ മാത്രം വിളിക്കണേ? ഹെഡ് മാസ്റ്റർ റൂമിൽ പോയപ്പോഴേ ഹെഡ് മാസ്റ്ററിനെ ഇത്രയും സൗമ്യനായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അയാൾ വളരെ ചിരിച്ച് സൗമ്യനായിട്ട് വന്ന് എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, വിനോദേ, ഇത് എല്ലാ വർഷവും 100% വിജയം കൈവരിക്കുന്നൊരു സ്കൂളാണ്. ഇത്തവണ എനിക്ക് ആ കാര്യത്തിൽ നല്ല പേടിയുണ്ട്. എൻ്റെ പേടി വിനോദാണ്. വിനോദ് മിടുക്കനാണ്, നല്ല കലാകാരനാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് വിനോദിനെ. പക്ഷെ പഠനത്തിൽ വിനോദ് കുറച്ച് പിന്നോക്കാണ്. വിനോദ് ഇത്തവണ പരീക്ഷ എഴുതി ജയിച്ചില്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ 100% നഷ്ടമാകും. അതുകൊണ്ട് വിനോദ് ഇത്തവണ പരീക്ഷ എഴുതണ്ട. ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ പടഞ്ഞു. അയ്യോ, പരീക്ഷ എഴുതാണ്ടിരിക്കുക, കുട്ടികൾ മുഴുവൻ എന്നെ കളിയാക്കൂലേ, ആകെ മാനക്കേട്. ഞാൻ കരഞ്ഞു പറഞ്ഞു, സാറേ അങ്ങനെ പറയരുത്, ഞാൻ പഠിച്ചോളാം സാറേ, ഇനിയും 3 മാസമല്ലേ, ഞാൻ പഠിച്ച് ജയിച്ചോളാം. പറ്റില്ല വിനോദ്. ഹാഫേളിക്ക് പോലും വിനോദ് 2 വിഷയത്തിൽ തോറ്റു. ഇനി എങ്ങനെയാണ് എനിക്ക് വിനോദിനെ വിശ്വസിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു. എൻ്റെ കരച്ചിലെ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിനോദിന് പണിയൂ, നാളെ അച്ഛനെയും കുട്ടി വരൂ, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. പിറ്റേന്ന് അച്ഛനെയും കുട്ടി വന്നു. അപ്പോൾ അച്ഛനോട് ഞാൻ വീട്ടിൽ നിന്നേ പറഞ്ഞു, അച്ഛാ ഇതാണ് സംഭവം, അച്ഛൻ പറയണം,
ഞാൻ എങ്ങനെയെങ്കിലും പഠിയില്ലെങ്കിൽ കൂട്ടുകാരുടെ മുന്നിലൊക്കെ ഞാൻ നാണം കെട്ടുപോകും അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്നു, ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു, ഞാനും പറഞ്ഞു. അവസാനം ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ 2 കാര്യങ്ങൾ പറയും, അത് വിനോദ് അനുസരിക്കണം. എന്താണ്? 10 മണിക്കാണ് സ്കൂൾ തുടങ്ങുക, വിനോദ് 8 മണിക്ക് ഇവിടെ എത്തണം. വിനോദിനെ നിങ്ങൾ എത്തിക്കണം എന്നാണ് അച്ഛനോട് പറഞ്ഞു. ഞാൻ വിനോദിന് സ്പെഷ്യൽ ട്യൂഷൻ തരും ഇവിടെ മാത്സിൽ രാവിലെ. എന്നിട്ട് 10 മണിയാകുമ്പോൾ വിനോദ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഈവനിങ്ങിൽ 4 മണിക്ക് സ്കൂൾ വിട്ടാൽ വിനോദ് പോകരുത്, 5:30 മണി വരെ വിനോദ് ഇവിടെ വേണം. ഈവനിങ്ങിൽ ഞാൻ ഇംഗ്ലീഷ് ടീച്ചറെ കൊണ്ട് ഹിന്ദി ടീച്ചറെ കൊണ്ട് വിനോദിന് സ്പെഷ്യൽ ട്യൂഷൻ. അത് അച്ഛനെ എഗ്രി ചെയ്തു. അങ്ങനെ അടുത്ത ദിവസം മുതൽ ഞാൻ 8 മണിക്ക് സ്കൂളിൽ തന്നെ അച്ഛനെ എത്തിക്കും. അച്ഛനൊക്കെ അന്ന് ഭയങ്കര ഒരു അച്ഛനെ എന്നെ എത്തിച്ചിട്ട് വേണം അച്ഛന് ജോലിക്ക് പോകാൻ. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര പ്രതീക്ഷയായ അതേസമയം ഞാനൊരു പാരലൽ കോളേജിൽ പിന്നെ ട്യൂഷനും പോയിരുന്നു. അവിടുത്തെ ട്യൂഷൻ ടീച്ചറും എന്നെ ഒരുപാട് സഹായിച്ചു. അങ്ങനെ പരീക്ഷ എഴുതി ഞാൻ സ്കൂളിൻ്റെ മാനം കാത്തു. അത് വലിയ സംഭവമാണ്. പക്ഷേ അതിലും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ട്. മാത്സ് പരീക്ഷ ലാസ്റ്റാണ്. ബാക്കിയുള്ള പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് ഇതിന് 2 മാർക്ക്, ഇതിന് 3, ഇതിന് 5 ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളൊരു മാർക്ക് ഇടുമ്പം ഒരു 30 മാർക്ക് മതി, 30 മാർക്ക് കിട്ടിയാൽ മതി, ജയിച്ചോളും, ജയിച്ചാൽ മതി എന്നാണ്. മാത്സ് പരീക്ഷയുടെ അന്ന് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ കോപ്പി അടിക്കാനൊക്കെ എഴുതി വെച്ചിരിക്കണം. എല്ലാം വലിയ പിള്ളേരാണ്. ഞാനന്ന് ഏറ്റവും ചെറുത് ഞാനാണ്. സ്കൂളിൽ ട്രൗസർ ഇട്ട് വരുന്ന SLC-കാരൻ ഞാനാണ്, അതാണ് സത്യം. ബാക്കിയെല്ലാം പാൻറ് ഇട്ട് വരുമ്പോൾ ഞാൻ ട്രൗസർ ഇട്ടാണ് വരുന്നത്. മൂട്ടാന്നായിരുന്നു എന്നെ സ്കൂളിൽ എനിക്കൊരു നിക്ക് നെയിം ഉണ്ടായിരുന്നു. ചെറുതായതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്, മൂട്ട. അപ്പം ഞാൻ മാത്സ് പരീക്ഷ നേരത്തെ ചെന്നപ്പം എല്ലാവരും ചെറിയ കുറിപ്പുകളൊക്കെ എഴുതിയിട്ട് അവിടെ വെക്കണം ഇവിടെ വെക്കണം കോപ്പി അടിക്കാൻ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് തീരെ പരിചയമില്ലാത്തൊരു സംഭവമാണ്. പക്ഷേ മാത്സാണ് ഏറ്റവും ടഫ് ഐറ്റം. മാത്സിൽ ജയിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഇതൊക്കെ കണ്ടപ്പം ഞാനൊരു പേപ്പറിൽ കുറച്ച് സൂത്രവാക്യങ്ങളൊക്കെ എഴുതി വെച്ചു. അവസരം കിട്ടിയാൽ ചെയ്യാം എന്ന് കരുതിയിട്ട് എടുത്തു വെച്ചു. പരീക്ഷ എഴുതാനിരുന്നപ്പോൾ കറക്റ്റ് ആ സാധനം വന്നിട്ടുണ്ട്. ഈ എഴുതി വെച്ച സാധനം എനിക്ക് എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. എല്ലാവരും കോപ്പി അടിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കുകയാണ്, എല്ലാവരും കോപ്പി അടിക്കുന്നുണ്ട്. ഞാൻ പേപ്പർ എടുത്തു, എല്ലാവരും ചെയ്യണ പോലെ ഞാൻ തുടയുടെ അടിയിൽ വെച്ചു. എന്നിട്ട് ഇങ്ങനെ എഴുതുന്ന മാതിരി കാണിച്ചു. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ക്ലാസ്സിൻ്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ നടക്കും, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നടക്കും, അങ്ങനെയാണ്. അപ്പോൾ ടീച്ചർ ഇവിടെ വന്ന് അങ്ങോട്ട് തിരിഞ്ഞ് പോകുമ്പോഴാണ് എല്ലാവരും കോപ്പി അടിക്കുക. അപ്പം ഞാനും ഇങ്ങനെ കാല് മാറ്റി വെച്ച് ഞാൻ അതങ്ങനെ നോക്കി ഇങ്ങനെ എഴുതുകയാണ്. ഈ നോക്കി എഴുതുന്നതിനിടയിൽ എൻ്റെ പുറകിലിരിക്കുന്ന ചെക്കൻ ടീച്ചർ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ടീച്ചർ തിരിഞ്ഞു, കണ്ടത് തന്നെയാണ്. ടീച്ചർക്ക് മനസ്സിലായി ഞാൻ കോപ്പി അടിക്കുകയാണ്. ടീച്ചർ ദേഷ്യത്തോടെ എൻ്റെ അരികിലേക്കൊരു വരവ് വന്നു. ഞാൻ ഈ സാധനം എടുത്ത് ചുരുട്ടിയിട്ട് ഡെസ്കിൻ്റെ ഉള്ളിലേക്ക് എറിഞ്ഞതാണ്. പക്ഷേ ഡെസ്കിന് അപ്പുറത്ത് ഇതില്ലായിരുന്നു, മരമില്ലായിരുന്നു, ഫ്രീ ആയിരുന്നു, ഒഴിഞ്ഞു കിടക്കുന്ന ഡെസ്ക്കായിരുന്നു. ഈ പേപ്പർ നേരെ പോയിട്ട് ടീച്ചറുടെ സാരിയിൽ തട്ടി അവിടെ വീണു. ടീച്ചർ കുനിഞ്ഞതെടുത്തു. എടുത്തപ്പോഴേക്കും ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികളൊക്കെ എന്നൊരു വിളി. തീർന്നു, എൻ്റെ മാനം പോയി. വയ്യർത്ത് കുളിച്ചു ഞാൻ. ടീച്ചർ പുറത്ത് വരൂ, പുറത്ത് വരൂ. അപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ, ഏതോ സ്കൂളിലെ ടീച്ചറാണ്, ഒരു പരിചയമില്ല. ടീച്ചറെ പുറത്തേക്ക് വിളിച്ചു, എന്നെ പുറത്തേക്ക് കൊണ്ടുപോയി. കുട്ടികൾ മുഴുവൻ ആകാംക്ഷയായിട്ട് നിൽക്കുകയാണ്. പുറത്തെത്തിയ ഉടനെ എന്താ കാണിച്ചത് എന്ന് പറഞ്ഞപ്പം ഞാൻ ടീച്ചറുടെ കാൽക്കൽ വീണു. ടീച്ചറെ രക്ഷിക്കണം, ഈ സ്കൂളിൻ്റെ അഭിമാനം ഞാനൊരാളുടെ കയ്യിലാണ്. എല്ലാ വർഷവും 100% വിജയം കൈവരിക്കുന്ന സ്കൂളാണ്. ഇത്തവണ എന്നെ മാത്രമാണ് ഹെഡ്മാസ്റ്റർക്ക് പേടി. കഴിഞ്ഞ വിഷയങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്സ് എൻ്റെ ഏറ്റവും ടഫ് ഐറ്റമാണ്. ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു പോയതാണ് ടീച്ചറെ. ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ കോപ്പി അടിക്കുന്നുണ്ട്. ടീച്ചർ എന്നെ മാത്രമേ കണ്ടുള്ളൂ. ഞാനിത് നിഷ്കളങ്കമായി. അപ്പോഴും ടീച്ചറും ഞാനും പുറത്താണ്. ഈ സമയത്ത് ഉള്ളിൽ ഗംഭീര കോപ്പി അടി നടക്കുക. എനിക്കറിയാതെ ഇത് പറഞ്ഞപ്പം ആ ടീച്ചർക്ക് എന്നോട് എന്തൊരു അലിവ് തോന്നി. ടീച്ചർ എന്നോട് ചേർത്ത് പിടിച്ചൊരു അമ്മയൊക്കെ മകനെ ചേർത്ത് പിടിക്കണമെന്ന്. ഇനി കോപ്പി അടിക്കരുത് കേട്ടോ, അറിയുന്നത് എഴുതി വെച്ചാൽ മതി, അറിയാലോ, കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് പേടിയായി. ഞാൻ തിരികെ ക്ലാസ്സിൽ വന്നു. കുട്ടികളൊക്കെ എന്നെ നോക്കണം. പിന്നെ കോപ്പിയുടെയൊന്നും ഇല്ല, അറിയാവുന്നത് മാത്രം എഴുതി വെച്ചു. പുറത്തിറങ്ങിയപ്പോൾ കുട്ടികൾ മുഴുവൻ പോയിട്ട് പാട്ടാക്കി. വിനോദ് കോപ്പി അടിച്ച് വിനോദിനെ പിടിച്ചു, വിനോദിനെ ഡീബാർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ ടീച്ചറുടെ അടുത്ത് വീണ്ടും പോയി, ടീച്ചറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഒന്നുമില്ല, ധൈര്യമായിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പരീക്ഷ ജയിച്ചു. പരീക്ഷ ജയിച്ചപ്പോഴും റിസൾട്ട് അറിയുന്ന ദിവസം ഞാൻ വീട്ടിൽ കിടക്കുകയാണ്. എനിക്ക് പേടി പുറത്തേക്ക് പോകാൻ, അഥവാ തോറ്റുപോയാലോ എന്ന് വെച്ചിട്ട്. അച്ഛനാണ് റിസൾട്ട് അറിയാൻ പോയിരിക്കുന്നത്.
അച്ഛൻ റിസൾട്ട് അറിഞ്ഞ് വന്നപ്പം അച്ഛൻ എനിക്ക് തന്നൊരു വാക്കുണ്ടായിരുന്നു. അച്ഛൻ, ജയിച്ചാൽ ഞാൻ നിനക്കൊരു ഹോക്കി സ്റ്റിക്ക് വാങ്ങിത്തരും. അന്ന് ഹോക്കിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ ഒരു മരം കൊണ്ട് ഇങ്ങനെ ഒരു വളഞ്ഞ ഒരു ടൈപ്പ് ഒരു കാഞ്ഞിരമരം എന്ന് പറയും, അതുകൊണ്ടാണ് ഞാൻ ഹോക്കി കളിച്ചിരുന്നത്. അപ്പോൾ എനിക്കൊരു ഹോക്കി സ്റ്റിക്ക് വേണമെന്ന് അച്ഛൻ തന്നൊരു വാക്കാണ്, പരീക്ഷ ജയിച്ചാൽ നിനക്ക് ഹോക്കി സ്റ്റിക്ക് വാങ്ങിത്തരുന്നു. അങ്ങനെ റിസൾട്ട് അറിയാൻ പോയ അച്ഛൻ തിരികെ വന്ന് ഞാൻ അകത്ത് കിടക്കുകയാണ്. പുറത്തുനിന്ന് അമ്മയോട് ചോദിക്കണം, അവനെവിടെ? അപ്പോൾ അമ്മ അതാ കിടക്കണം, പേടിച്ച് കിടക്കണത്. അവനൊക്കെ പഠിപ്പിച്ച നേരം കൊണ്ട് എനിക്കൊരു വാഴ വെച്ചാൽ മതിയിരുന്നൊക്കെ അച്ഛൻ്റെ ഡയലോഗ് കേട്ടോടെ ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, പേടിച്ച് കിടക്കുക. അങ്ങനെ ഞാൻ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട്, എന്തിനാടാ ഞാൻ നിന്നെയൊക്കെ പഠിപ്പിച്ച? അച്ഛൻ ഭയങ്കര നാടകം. അവസാനം അച്ഛൻ, ഡാ എണീക്കടാ, ഇതെൻ്റെ കയ്യിലെന്താ നോക്ക് എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഒരു ഹോക്കി സ്റ്റിക്കാണ്. ആ ഹോക്കി സ്റ്റിക്ക് ഞാൻ ഇന്നും മറക്കില്ല. ഈ ഹോക്കി സ്റ്റിക്കിൻ്റെ മേലെ ഈ പലതരം റിബൺ കൊണ്ട് ഇങ്ങനെ ചുറ്റി വെച്ചൊരു സംഭവമുണ്ട്, മഞ്ഞ, പിന്നെ ചുവപ്പ്, നീല. ഈ ഹോക്കി സ്റ്റിക്ക് കണ്ടതും എനിക്ക് ഉറപ്പാണ് ഞാൻ ജയിച്ചു. ആ ഹോക്കി സ്റ്റിക്കായിട്ട് അങ്ങോട്ട് വാങ്ങി ഞാൻ അച്ഛനായിട്ട് കെട്ടിപ്പിടിച്ചു. അച്ഛൻ പറഞ്ഞു, ജയിച്ചടാ, നീ സ്കൂളിൻ്റെ മാനം കാത്തു എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എനിക്ക് 1 കിലോ ലഡു വാങ്ങി തന്നു. ചെല്ല്, നിൻ്റെ ഹെഡ് മാസ്റ്റർക്ക് കൊണ്ടു കൊടുക്കുന്നു പറഞ്ഞു. നേരെ സ്കൂളിൽ പോയി ഹെഡ് മാസ്റ്റർ എന്നെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചു. അയാളൊരു വലിയ മനുഷ്യനാണ്. വിനോദ്, ഏതായാലും വിനോദ് നന്നായിട്ട് ശ്രമിച്ചു, അതുകൊണ്ട് സ്കൂളിൻ്റെ മാനം വിനോദ് കാത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എനിക്ക് തന്ന ഒരു ഉപദേശമുണ്ട്. നല്ലൊരു കലാകാരനാണ് വിനോദ്, ഒരുപാട് ഉയരങ്ങളിലെത്തും, എനിക്കിന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ വിദ്യാഭ്യാസവും കൊണ്ടു നടക്കുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള കലാകാരന്മാർക്ക് എവിടെയും നല്ല പേര് കിട്ടും, നല്ല ആദരവ് കിട്ടും, അതൊരു വിലയാണെന്ന് പറഞ്ഞു. അത് ഞാൻ മെമ്മറിയിലാണ്ട് എടുത്തു. പിന്നെ എനിക്ക് തോൽക്കേണ്ടി വന്നിട്ടില്ല. പ്രീ ഡിഗ്രിയൊക്കെ കൂളായിട്ട് പ്രീ ഡിഗ്രിയും അതിനുശേഷം ഹോട്ടൽ മാനേജ്മെൻറ്റും ചെയ്തു. ഞാൻ അത്രയും ഡിഗ്രി എടുത്ത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ കലയിൽ സജീവമായത്. പിന്നീട് ഇവിടുന്ന് പോകുന്നത് പിന്നെ നേരെ ഗുരുവായൂരപ്പൻ കോളേജിലാണ് എന്നെ ഞാനാക്കിയ കോളേജ്. കോഴിക്കോട്ടെ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ കോളേജ്. ആ കോളേജിൽ സീറ്റ് കിട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നൊരു കോളേജാണത്. ആ കോളേജിലെ 3 വർഷത്തെ എൻ്റെ ജീവിതമാണ് എന്നെ മാറ്റിമറിച്ചത്. ഇപ്പോഴും ആ കോളേജ് എന്ന് പറയുമ്പോൾ എനിക്കൊരു വികാരമാണ്. ഞാൻ ആ കോളേജ് വിട്ടതിന് ശേഷം, ഇപ്പോൾ ആ കോളേജ് വിട്ടിട്ട് ഞാൻ 35 വർഷമായി. ഈ 35 വർഷത്തിനുള്ളിൽ ഞാൻ ആ കോളേജിൽ ഒരു 100 തവണയെങ്കിലും പോയിട്ടുണ്ടാവും. പലതവണ ഉദ്ഘാടകനായിട്ടും മുഖ്യാതിഥിയായിട്ടും ഒക്കെ എന്നെ ആ കോളേജിലേക്ക് വിളിക്കും. അപ്പോഴൊക്കെ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അവിടുത്തെ കുറച്ച് ടീച്ചേഴ്സ്, അവരാണ് എനിക്ക് ഒരുപാട് കരുത്ത് തന്നത്. വിനോദ് ഒരിക്കലും ഒരു ജോലിക്ക് പോകരുത്, വിനോദ് ഒരു സിനിമാ നടനായിട്ട് മാറണം, വിനോദിനൊരു കലാകാരനായിട്ട് കാണാനാണ് ഞങ്ങൾക്കിഷ്ടം. കാരണം കോളേജിൽ എന്ത് ഫെസ്റ്റ് വന്നാലും അതിൽ ഒരു 15 പോയിൻ്റ് ഞാൻ കൊണ്ടുവരും, അതുറപ്പാണ്. അങ്ങനൊരു കാലം. അവിടെ നിന്നാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്ന് പറഞ്ഞ സംഗീതജ്ഞനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം പാട്ട് പഠിപ്പിക്കാൻ കോളേജിൽ വരും. സംഗീത ട്രൂപ്പിൽ ഞാനുണ്ടായിരുന്നു. അതുവരെ ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, വിനോദ് ക്ലാസിക്കലായിട്ട് പഠിക്കണം, അപ്പോൾ വിനോദിന് കുറച്ചുകൂടി എളുപ്പമാവുന്നു. അങ്ങനെ ഞാൻ ക്ലാസിക്കലായിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ സംഗീതവും കൂടെ ഉണ്ടായി, അഭിനയവും സംഗീതവും കൂടെ ഉണ്ടായി, മിമിക്രിയും എല്ലാം കൂടിയായിട്ട്. ആ കോളേജ് വിട്ടിറങ്ങുമ്പം ഭയങ്കര സങ്കടമായിരുന്നു. കാരണം പ്രീ ഡിഗ്രി കൂടി അവിടെ പഠിക്കായിരുന്നു എന്ന് തോന്നിപ്പോയി. 5 വർഷം കിട്ടിയായിരുന്നു, അത് നടന്നില്ല. ആ കോളേജ് വിട്ടിറങ്ങുമ്പോൾ ഞാനെടുത്ത തീരുമാനമാണ്, കലാകാരനായിട്ടേ ഞാൻ ജീവിക്കൂ, മറ്റൊരു ജോലിക്ക് ഞാൻ പോവില്ല തീരുമാനം. പക്ഷേ ഈ തീരുമാനത്തിന് അച്ഛനും അമ്മയും ഭയങ്കര എതിരായിരുന്നു. കാരണം രണ്ടുപേരും ഗവൺമെൻറ് എംപ്ലോയീസാണ്. അപ്പോൾ അവർക്ക് ഞാനും ഒരു ഗവൺമെൻറ് എംപ്ലോയി ആവണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം ശമ്പളം കിട്ടും, വയസ്സാങ്കാലത്ത് പെൻഷൻ കിട്ടും, നല്ല പേരാണ്, പെണ്ണ് കിട്ടും എളുപ്പത്തിൽ, ഇന്നൊക്കെയായിരുന്നു അവരുടെ ഏറ്റവും വലിയ കാര്യം. പക്ഷെ ഞാൻ അതിനൊന്നും ഗവനിച്ചില്ല. അച്ഛൻ PSC ടെസ്റ്റ് എഴുതുന്ന ദിവസങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറയും, അപ്ലൈ ചെയ്യും. ടെസ്റ്റ് എഴുതാൻ പോകണമെന്നാണ്, എനിക്ക് കാശ് തരും ബസ്സിൽ പോകാനും ഭക്ഷണം കഴിക്കാനൊക്കെ. ഞാൻ ഈ കാശും കൊണ്ട് സിനിമ കാണാനാണ് പോവുക. ഒരു പരീക്ഷയും ഞാൻ എഴുതിയിട്ടില്ല. വീട്ടിൽ വന്നിട്ട് ആ പരീക്ഷ എഴുതി, എളുപ്പമായിരുന്നു. പിന്നെ PSC അല്ല, ആർക്ക് കിട്ടും ആർക്ക് കിട്ടില്ല എന്നൊന്നും അറിയില്ല. ബാങ്ക് ടെസ്റ്റിന് പോവും, ഇതേപോലെ സിനിമയ്ക്ക് പോവും, തിരിച്ചു വരും. ക്രൈസായിരുന്നു സിനിമ. അങ്ങനെ ഞാൻ 1 man ഷോ ചെയ്യാൻ തുടങ്ങി. ഒറ്റയ്ക്ക് 1/2 മണിക്കൂർ ഷോ ഞാൻ ഒറ്റയ്ക്ക് മൈക്കിൽ നിന്നിട്ട് സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റാൻഡപ്പ് കോമഡി ഞാനിരുന്ന് ചിരിപ്പിക്കും ആൾക്കാരെ. കാരണം അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അമ്പലപ്പറമ്പിലും ക്ലബ്ബുകളുടെ വാർഷികത്തിനും പിന്നെ കുടുംബ കൂട്ടായ്മയിലൊക്കെ എന്നെ വിളിക്കും. അന്നൊക്കെ 100 രൂപ 200 രൂപയൊക്കെ റെമ്യൂണറേഷൻ കിട്ടുള്ളൂ. പക്ഷെ എന്നാലും പേരായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ ചിരിക്കാൻ തുടങ്ങി. പല സ്ഥലത്തേക്കും എന്നെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. പിന്നെ 200, 300 ആയി, 500 ആയി, 1000 വരെയൊക്കെ ആയി. അപ്പം എനിക്കും നല്ല കോൺഫിഡൻസ് ആയി. പാട്ടും പാടും, ഇടയ്ക്കൊരു കോമഡി പറയും, കഥ പറയും, ആളുകളൊക്കെ ചിരിപ്പിച്ച് നടക്കുന്നൊരു കാലം.
പിന്നെ എനിക്ക് തോന്നി ഈ 1 man ഷോയിൽ നിന്ന് ഇതൊന്ന് 2 man ഷോ ആക്കണം. അപ്പോൾ എന്നെയൊക്കെ ഏറ്റവും കൂടുതൽ ചെറുപ്പകാലത്ത് ആകർഷിച്ച 2 കഥാപാത്രങ്ങളാണ് ടോം ആൻഡ് ജെറി ക്യാരക്ടേഴ്സ്. അപ്പോൾ എൻ്റെ ട്രൂപ്പിന് ഞാൻ പേര് കണ്ടെത്തി, ടോം ആൻഡ് ജെറി. അപ്പോൾ ജെറി ഞാനാവാം, ഒരു ടോമിനെ കിട്ടണം. അങ്ങനെ എനിക്കൊരു ടോം വന്നു. ഈ ടോം സുബൈർ എന്ന് പേരുള്ള ഒരു നല്ല എന്താ പറയുക, ഭയങ്കര കാലിബറുള്ള ഒരു കലാകാരനായിരുന്നു. നല്ല ഹ്യൂമർ സെൻസുള്ള ഒരാൾ. ഇവനും ഞാനും കൂടി അങ്ങോട്ട് കൂടിയപ്പം ഞങ്ങളൊരു 5-8 ഐറ്റം കൊണ്ട് ഉണ്ടാക്കി. പിന്നെ 1 മണിക്കൂർ ഷോ ആയി. 1 മണിക്കൂർ കോമഡി ഷോ, ടോം ആൻഡ് ജെറിയുടെ കോമഡി ഷോ. ഇത് കോഴിക്കോട് ജില്ലയിൽ ഇനി കളിക്കാൻ സ്ഥലം ബാക്കിയില്ല. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ സുബൈറിന് ദുബായിൽ ഒരു ജോലി കിട്ടിയിട്ട് അവൻ ദുബായിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ പ്രോഗ്രാം സ്റ്റക്കാവും. അവനെനിക്ക് പ്രതീക്ഷ തന്നു, നീ ധൈര്യമായിട്ടിരിക്കും, ഞാൻ ദുബായിൽ പോയിട്ട് ഞാൻ നിന്നെ ദുബായിലേക്ക് എത്തിക്കും, നമുക്ക് ദുബായിലും കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോയത്. പക്ഷേ അവൻ പോയൊരു 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്ന വാർത്ത അവൻ ദുബായിൽ വെച്ച് മരണപ്പെട്ടു. അവൻ ആത്മഹത്യ ചെയ്തു ദുബായിൽ നിന്ന്. കാരണം ഇപ്പോഴും അറിയുന്നില്ല. ഭയങ്കര സങ്കടമായിപ്പോയി. സുബൈറിൻ്റെ ബോഡി നാട്ടിലെത്തുന്നവരെ എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. കാരണം അത്രയും വലിയ ആത്മബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ. അത്ര നല്ലൊരു കലാകാരനായിരുന്നു. പിന്നെ കുറച്ചൊരു ഡ്യൂറേഷൻ എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ശിഷ്യനെ തന്നെ വീണ്ടും പിന്നെ എൻ്റെ ടോം ആൻഡ് ജെറിയിലെ പാർട്ട്ണറാക്കി. ഇതിനിടയിൽ ഞാൻ കുട്ടികളെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് ഈ മോണോ ആക്ട് എന്ന് പറഞ്ഞ ഐറ്റത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടിയത് മോണോ ആക്ടിലാണ്, ഏകാഭിനയം. ഈ ഏകാഭിനയം ഞാൻ പ്രധാന വിഷയമാക്കി എടുക്കാൻ കാരണം ഒരു കലാകാരൻ്റെ എല്ലാ കഴിവുകളും പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് മോണോ ആക്ട്. ഇപ്പോൾ ഡാൻസ് കളിക്കുന്ന ഒരാൾക്ക് ഡാൻസ് കളിക്കാനേ പറ്റുള്ളൂ, പാട്ട് പാടുന്ന ഒരാൾക്ക് പാട്ട് പാടാനേ പറ്റുള്ളൂ. പക്ഷേ ഈ മോണോ ആക്ട് ഐറ്റത്തിൽ നമുക്ക് ഡാൻസും കളിക്കാം, പാട്ടും പാടാം, മിമിക്രിയും കളിക്കാം, എന്തും ചെയ്യാൻ 5 മിനിറ്റ് ഉണ്ട്. ഒരു കലാകാരൻ്റെ ഫുൾ കഴിവുകൾ. അങ്ങനെയാണ് എനിക്ക് ഈ മോണോ ആക്ടിനോട് താല്പര്യം. അങ്ങനെ ഞാൻ കുട്ടികളെ മോണോ ആക്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ഈ ബൈക്കിൽ ഞാൻ ഒരു ദിവസം 17 വീടുകളൊക്കെ പോയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ. അപ്പോൾ കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 250 രൂപയൊക്കെ ഫീസ് കിട്ടും. പിന്നെ കുട്ടികൾക്ക് സമ്മാനം കിട്ടുകയാണെങ്കിൽ എക്സ്ട്രാ വീണ്ടും കിട്ടും ഒരു എമൗണ്ട്. അങ്ങനെ പല വീടുകളിലേക്കും എന്നെ വിളിക്കാൻ. ഞാനാണെങ്കിൽ സ്ക്രിപ്റ്റൊക്കെ അതൊക്കെ അപ്പം ഞാൻ ഞാൻ തന്നെ എഴുതിണ്ടാക്കുന്ന സ്ക്രിപ്റ്റുകളാണ്. 5 മിനിറ്റ് മതിയല്ലോ. അങ്ങനെ ഇതൊരു ഭയങ്കര വരുമാനമുള്ളൊരു മാർഗ്ഗമായി. അപ്പോൾ അതിനും പോവും, പ്രോഗ്രാമിനും പോവും. അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. പിന്നെ ടോം ആൻഡ് ജെറി ഒന്നുകൂടി വികസിപ്പിച്ചു. ടോം ആൻഡ് ജെറിയിൽ ഒരാൾ കൂടി വന്നു, ഒരു പാട്ടുകാരനെ കൊണ്ടുവന്നു, ഒരു ഡാൻസറേയും കൊണ്ടുവന്നു. അങ്ങനെ 2 മണിക്കൂർ ഷോ ആക്കി. അപ്പോൾ ഒരു കോമഡി, ഒരു പാട്ട്, ഒരു ഡാൻസ്, ഒരു കോമഡി, ഒരു പാട്ട്, ഒരു ഡാൻസ്. ആളുകളെ ബോറടിപ്പിക്കാതെ ഞാൻ തന്നെ അവതാരകൻ. ഇടയ്ക്ക് ഞാനും പാടും ഒരു പാട്ട്. അങ്ങനെ ഈ നിർമ്മൽ പാലാഴി, ദേവരാജ് കൂട്ടുകെട്ട് ഉണ്ടാവുകയാണ്. അതിന് കൂടെ പ്രപഞ്ച് ചന്ദ് എന്ന് പറഞ്ഞിട്ടൊരു മാജിക് ഡാൻസർ, ഡാൻസ് ചെയ്തുകൊണ്ട് മാജിക് ചെയ്തൊരു കക്ഷി, ഒപ്പം ഒരു പാട്ടുകാരൻ ലാലു എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുകാരൻ. ഞങ്ങൾ ഈ 5 പേര് കൂടിയായിരുന്നു പിന്നെ ഷോ. അപ്പോഴേക്കും ഞാൻ ഈ ബൈക്കൊക്കെ മാറ്റിയിട്ട് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങി, മാരുതി 800. ആ 800-ലായിരുന്നു പിന്നീട് ഞങ്ങളുടെ യാത്ര. ആ 800-ൻ്റെ പേരും ടോം ആൻഡ് ജെറി എന്നായിരുന്നു. ട്രൂപ്പിൻ്റെ വണ്ടിയാണത്. ഈ വണ്ടിയിൽ ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളില്ല. പിന്നെ കോഴിക്കോട് നിന്നൊക്കെ മാറിയിട്ടോ ഞങ്ങൾ മലപ്പുറം ജില്ലയിലും വയനാട്ടിലും വടകരയും കണ്ണൂരൊക്കെ ഞങ്ങൾക്ക് പ്രോഗ്രാം കിട്ടാൻ തുടങ്ങി. അവിടെയൊക്കെ വണ്ടി എടുത്തിട്ട് പോകും. പ്രോഗ്രാം സക്സസ്സാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം തനി നാടൻ തമാശകൾ, കോഴിക്കോടൻ തമാശകൾ അവതരിപ്പിക്കുക. ഒരു കാലം, സുവർണകാലമാണത്. ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന കാലം, ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കിയ ഒരു കാലം. ബാങ്ക് അക്കൗണ്ടൊക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ഓഫീസിലായിരുന്നു ആദ്യത്തെ അക്കൗണ്ട്. കാരണം അനാവശ്യങ്ങളൊന്നുമില്ല. ഞാൻ മദ്യപിക്കാറില്ല, പുകവലിക്കാറില്ല, ഒരു ലഹരിക്കും ഞാൻ കാശ് ആകെ ഞാൻ കാശ് ചിലവാക്കുന്നത് എനിക്ക് ഡ്രസ്സുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഷർട്ട് വാങ്ങാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ കാശ് ചിലവാക്കിയിട്ടുണ്ടാവുക. അങ്ങനെ ബാങ്കിലെ അക്കൗണ്ടൊക്കെ ഇങ്ങനെ കൂടാൻ തുടങ്ങി. അതിൻ്റെ സന്തോഷം വേറെ. അതുകൊണ്ടാണ് കാറൊക്കെ വാങ്ങിക്കാൻ സാധിച്ചത്. അന്ന് ആദ്യം വാങ്ങുന്ന കാറിന് 65,000 രൂപയുള്ളൂ. പക്ഷേ അന്നൊക്കെ 65,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ കാശ് തന്നെയാണ്. അങ്ങനെ ഈ കാറിലായിരുന്നു പിന്നീട് ഞങ്ങളെ യാത്ര.